ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി പീസി ആയിട്ട് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആക്നീസും ഫൈൻ ലൈൻസും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഇനി അതുമല്ല സൺബേൺ അല്ലെങ്കിൽ ടാന് വളരെയധികം പിമ്പിൾസ് ഒക്കെ കൊണ്ടിട്ട് നിറഞ്ഞു നിന്നിട്ട് ഇനിയിപ്പോൾ പിമ്പിൾസ് പോയി കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ട് ബ്രൗൺ സ്പോട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അതിനൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി പീസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു DIY ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ കടലപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനും ആ ഒരു ഡൂയി ആൻഡ് ഗ്ലോയിങ് ഫിനിഷൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേര ജെൽ. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ നീഡഡ് കടലപ്പൊടിയിൽ നമുക്ക് വേണ്ട അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫൈനൽ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ഇറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസി വൈസിൽ കിട്ടും. പക്ഷേ ഒരുപാട് ടു മച്ച് ലൂസി കൺസിസ്റ്റൻസി അല്ല, കുറച്ച് ലൂസ് ആൻഡ് എന്നാൽ തിക്കും അല്ല, ഒരു മീഡിയം ലെവൽ ഓഫ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു പാക്ക് അവൈലബിൾ ആവുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. സോ ആ ഒരു രീതിക്ക് കിട്ടിക്കഴിയുമ്പം നമ്മൾ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ കണ്ടിട്ടില്ലേ പ്ലമ്മിൻ്റെ, ആ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ ഇതേപോലെ കടലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പാക്ക് നല്ലോണം മിക്സ് ചെയ്തില്ലെങ്കിൽ കട്ട പിടിച്ച് ആ ഒരു കട്ട ഫോമിൽ കിട്ടും. സോ ആ ഒരു കട്ട ഫോമിൽ കിട്ടിയാലും നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് DIY പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്താലും എക്സാക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിന് ആ ഒരു ഹോൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ. സോ ഫൈനലി നമ്മളങ്ങനെ നന്നായിട്ട് മിക്സിറ്റൊക്കെ ചെയ്ത് ആ ഒരു ഫൈൻ ആൻഡ് എന്താ പറയുക നമുക്ക് വേണ്ട ആ ഒരു ക്വാണ്ടിറ്റി വൈസിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ DIY പാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫേസ് ഓവറോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ്, ആ ഒരു ഹൈഡ്രേഷൻ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് യങ് ആൻഡ് ആൻറ്റി ഏജിനിങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ഡ്യൂയി ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു DIY പാക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, ആ ഒരു മോയ്സ്ചറൈസിങ് ലെവലൊക്കെ നല്ലോണം കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആവില്ല. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു പാക്ക്. സോ നിങ്ങളുടെ സ്കിന്ന് എപ്പോഴും ഡ്രൈ ആയിട്ട് വലിഞ്ഞൊക്കെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഓയിലി ആയിട്ടുള്ള സ്കിൻകാരെക്കാട്ടിലും കൂടുതൽ ഏജിങ് കാര്യങ്ങൾ, അതായത് പ്രീമച്ചുവർ ഏജിങ് അല്ലെങ്കിൽ ഏർലി ഏജിങ് സൈൻസ് ഒക്കെ എപ്പോഴും വിസിബിൾ ആവുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കായിരിക്കും. ഡ്രൈ സ്കിന്നുകാർ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഇടും. ഡ്രൈ സ്കിന്നുകാർ മാത്രമല്ല കേട്ടോ, ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു DIY പാക്കാണ്. ഓയിലി ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. സോ നാച്ചുറൽ ആയിട്ടുള്ള DIY ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സീറോ സൈഡ് എഫക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി ഓൾട്ടായിട്ടൊരു 3 or 4 ഡേയ്സ് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് വിസിബിൾ ആവുന്ന ഒരു പാക്കാണ് കേട്ടോ, DIY പാക്കാണ്. അപ്പോൾ സൂപ്പർ ഗ്ലോയി ആൻഡ് ഡ്യൂയി ആയിട്ടുള്ള ഫിനിഷ് വേണമെന്ന്, അതും നാച്ചുറലി വിത്തൗട്ട് സീറോ സൈഡ് എഫക്ട്സ്, ടോക്സിക് അല്ലെങ്കിൽ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് അല്ലാത്ത ഒരു DIY പാക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം പാറ്റേ ചെയ്യുക. ദെൻ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫേസ് ഓവറോൾ. അപ്പോൾ നല്ലോണം ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു പാക്ക് നല്ലോണം ഡ്രൈ ആയി വരുന്നത്. അപ്പോൾ ഇനി റിമൈനിങ് ആയിട്ടുള്ള പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ വിഷമിക്കേണ്ട, ആദ്യമേ തന്നെ നമ്മൾ നല്ല തിക്ക് പേസ്റ്റ് രൂപേണ ഫുള്ളി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും ഇതിനുണ്ടാക്കാൻ പോകരുത്. ഉള്ള ആ ഒരു ഹോൾ DIY പാക്ക് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നിങ്ങൾ ടോണർ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് കേട്ടോ. അപ്പോൾ ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോണർ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. സോ നമ്മുടെ സ്കിന്നെ എപ്പോഴും ഒന്നുകൂടെ ഡ്രൈ ആക്കും, ആ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം, അവോയ്ഡ് ചെയ്യരുത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലമ്മിൻ്റെ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ ആണ്.
അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ഹോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.